ഹലോ, ആ ജയസമ്പൻ, ആ എവിടെ ബേബി സാധനം? എപ്പ പുറപ്പെട്ടു? 20 ബാരൽ പോയിട്ട് 200 മില്ലി പോലും ഇല്ല ഇവിടെ. വെറുതെ നാണം കെട്ടുന്ന മിച്ചം. അതിന് ഇനി നാണം കെടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ സാറേ. ആരടാ നീ റാസ്കൽ? കൈയെടുക്കടാ, കൈയെടുക്കടാ. ഹലോ ചാക്കോച്ചി, തീരെ പ്രതീക്ഷിച്ചില്ലല്ലടാ. പോട്ടെ സാറേ. ദേഹത്തോട്ട് കളിക്കുന്ന കള്ളുവെച്ചോക്കാരൻ പട്ടി. സാറിങ്ങനെ പുച്ഛിച്ചാലോ സാറേ? മാതാ പിതാ ഗുരു ദൈവം എന്നൊക്കെ സാറ് തന്നെയല്ലേ പുതിയ പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പോലീസുകാർ അബ്കാരികളെ പേടിക്കണം, ബഹുമാനിക്കണം, കള്ളു കച്ചവടക്കാരന്റെ പേര് കേട്ടാൽ ഉടനെ യൂണിഫോറത്തിലിട്ട് മുള്ളണം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ എടാ ചാക്കോച്ചി, നീ സൂക്ഷിച്ചോ. ഒരു പോലീസ് ഓഫീസറാണ് നീ കളിക്കുന്നത്. പോലീസ് ഓഫീസർ കടയാടികൾക്ക് വേണ്ടി നീ എന്തും ചെയ്യും. കള്ള പ്രതികളെ ഉണ്ടാക്കി കൊടുക്കും. അല്ലടാ, എന്റെ ഗോഡൌണിൽ കയറി തന്തയ്ക്ക് പറക്കാഴി കാണിക്കും. കടയാടികളൊന്നും ഞൊടിച്ചാ പിന്നെ സ്വന്തം അമ്മയും പെങ്ങളെയും കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കും. അല്ലടാ, നീ എന്തിനാ ഇപ്പൊ ഇവിടെ? അറിഞ്ഞു വന്നതാ ഞാൻ. റെയ്ഡ് നടക്കുന്നു എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അതെ അതെ, അപ്പൊ ഇച്ചായനും ഇച്ചയും കൂടി അറിഞ്ഞോണ്ടുള്ള നാടകമാണ് അല്ലേ മാഡം? നോക്കിക്കോ മാഡം, എന്റെ റിപ്പോർട്ടിൽ ഞാൻ എഴുതി വെക്കും. ഇവന് വിവരം ചോർത്തി കൊടുത്ത് RDO റെയ്ഡ് പൊളിപ്പിച്ചോന്ന് എന്നിട്ട് പത്രത്തിൽ കൊടുപ്പിക്കും. കാമുകരെ രക്ഷപ്പെടുത്താൻ RDOയുടെ കലക്കളി. പോയല്ലേ പണി നോക്കണം. കണ്ട പട്ടശാപ്പുകാരുടെ ഒക്കെ വെപ്പാട്ടി ആയിരുന്നു. എന്താണോ നീയല്ലേ അവള് വെച്ചോണ്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ പറയണ രണ്ട് കൊടുക്കാം. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഇനി അടിക്കരുത് ജയ, പ്ലീസ്. വേണ്ട വേണ്ട. എടുക്കടാ. നീ നോക്കിക്കോ. യു ആർ ഗോയിങ് ടു പേ ഫോർ ഇറ്റ്. ഇവിടുന്ന് നീ നിന്റെ മറ്റോമാർക്ക് ഫോൺ ചെയ്തതിന്റെ റെക്കോർഡ് ഇതില്. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നീ ഇതിന്റെ ബാക്കിയോടെ കളിച്ചാലുണ്ടല്ലോ, ചവിട്ടി നിന്റെ. ഇല്ല ചാക്കോച്ചി, ഞാനിത് ഇവിടുന്ന് മറന്നോളാം. സോറി മാഡം. ജയസിംഹനാണ് പറയുന്നത്. വാക്ക് അവന്റെ വാക്ക് കാണുന്നു. പോടാ. കാസറ്റ് സാർ, സാറിന്റെ തൊപ്പി ഇതുകൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സാറിന് തീപ്പെട്ടിക്ക് വേണ്ടി ആരെങ്കിലും മുമ്പിൽ തെണ്ടേണ്ടി വരും.